അണ്ണാ അതെ, നമ്മൾ ഈ ഫോണിൽ സംസാരിക്കണ പെമ്പിള്ളേര് ലൗഡ് സ്പീക്കറിട്ട് മറ്റുള്ളവരെ കേൾപ്പിക്കുന്ന പറയണ്ടായില്ലേ, അത് ശരിയാണ? എന്തേ? ഇല്ല, ഒന്നുമില്ല. ആ ഹോസ്റ്റലിലെ സുഷമയായിട്ട് രാത്രി ഫോൺ ചെയ്യാറുണ്ടേ, അപ്പൊ ഞാൻ ചെയ്യണൊക്കെ അവള് മറ്റുള്ളവരെ കേൾപ്പിക്കണ്ടാവോ? ഒരിക്കലും ഇല്ലടാ. ഈ സമാധാനത്തോടെ അങ്ങനെ തിരിഞ്ഞടക്കണ. വെറുതെ ടെൻഷൻ അടിച്ച് മനസ്സ്. നീ ഇയാളോട് തട്ടി എന്റെ ഫോൺ ബില്ല് വാണം വിട്ട പോലെ കേൾക്കണത്. സോറി അണ്ണാ. ആരാണ്? സുഷമേണ? എനിക്കറിയാം, മുമ്പല്ലേ. ഹലോ, ആരാണ്? ഞാനാണ്. ഞാനോ? ഏത് ഞാൻ? ഞാൻ അറിയാവുന്ന ഒരു ഞാനേ ഉള്ളൂ. ഞാനാണ്. ഞാൻ ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഞാനെന്ന് പറയുമ്പോ ഞാൻ അറിയാത്തൊരു ഞാൻ ഏത് ഞാനാണ്? ഞാൻ ചോദിച്ച കേട്ടില്ല, ആരാണ് ഞാൻ? അല്ലെങ്കിൽ ഞാനായിരിക്കും ഞാൻ. നമുക്ക് ആ പട്ടിക്ക് ഹെൽമെറ്റ് വെക്കുന്ന പരിപാടി എങ്ങനെയുണ്ട്? പട്ടിക്ക് എന്തിനാണ് ഹെൽമെറ്റ്? എത്ര പട്ടികളാണ് കേരളത്തിൽ വണ്ടി ഇടിച്ച് മരിക്കുന്നത്? എന്നാലേ നമുക്ക് അത്ര വെച്ചോളം തുടങ്ങിയാലോ? അത്ര ഖത്തറിലോട്ട് കയറ്റി വിടുന്നു. എന്നിട്ട് വേണം ഉള്ള നിക്കറൂടെ കീറാൻ. കോണ്ടാക്ട് കൊടുക്കണ്ട. വീട്ടിന്റെ ആധാരം തള്ളയുടെ താലിമാല, ഇത് രണ്ടും നീ നോക്കണം. ഞങ്ങളുടെ അരിഞ്ഞാണെടുത്ത് വയ്ക്കൂ. എന്തുവാ മനെ അവിടെ ഹണിറോസ് ഉദ്ഘാടനത്തിന് വല്ലതും വന്ന് നിൽക്കുന്നത്? ഈ വടക്ക് നോക്കി യന്ത്രമാണ് നിന്നെ വഴി എത്തിക്കുന്നത്. അച്ഛൻ കൂടുതൽ അച്ഛൻ കളിക്കാൻ വരല്ലേ? പിന്നെ ഞാൻ നിന്റെ പൊണ്ടാട്ടി കളിക്കാളാ. ഇതെന്തിനാ അച്ഛൻ ഇത്? എടാ നിന്റെ അച്ഛൻ ഇങ്ങനെയാണോ? ഇതില് പറയാം. അല്ല, നിന്നെ കഴിഞ്ഞ ആഴ്ച വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാൻ തിന്നു. അതെന്റെ സന്തോഷത്തിന് ഞാൻ അച്ഛനൊക്കെ സ്കൂട്ടർ മേടിച്ചു കൊടുത്തായിരുന്നു. കണ്ട് പടിയിടാ. അല്ല, ഇനി ഇറക്കി വിടുന്നത് എന്തിന്? പിന്നെ അമ്മയുടെ താലിമാല പണയം വെച്ചിട്ട് അച്ഛന് സ്കൂട്ടർ വാങ്ങിച്ചു കൊടുത്തിട്ട് സ്വിഗ്ഗി ഇടാൻ പറഞ്ഞ് അങ്ങനെ പിടിച്ച് ഉമ്മ വയ്ക്കൂ.